ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വിബി എച്ച് ഹോം. എൻ്റെ പ്രിയപ്പെട്ട എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഞാനും സുഖമായിട്ടിരിക്കുന്നു. ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ തയ്യാറാക്കിയിട്ടുള്ളത് നല്ല ടേസ്റ്റോട് കൂടിയ സോഫ്റ്റ് ആയിട്ടുള്ള ബോംബെ ഹൽവ. നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് അത് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ പെട്ടെന്ന് എങ്ങനെ തയ്യാറാക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. വീഡിയോയിലോട്ട് കിടക്കാം. 1/2 കപ്പ് കോൺഫ്ലവർ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് കട്ടയൊന്നും കൂടാതെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ബീറ്ററോ ഫോർക്കോ ഉപയോഗിച്ച് മിക്സ് ചെയ്തെടുക്കുക. 1 കപ്പ് കോൺഫ്ലവർ ആണ് എടുക്കുന്നതെങ്കിൽ 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് വേണം മിക്സ് ചെയ്തെടുക്കാനും. ഒരു പാനൊന്ന് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശേഷം 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. 1/2 കപ്പ് കോൺഫ്ലവറിന് 1 കപ്പ് പഞ്ചസാര, 1 കപ്പ് വെള്ളം. 1 കപ്പ് കോൺഫ്ലവർ ആണെങ്കിൽ 2 കപ്പ് പഞ്ചസാരയും 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ശേഷം പഞ്ചസാര ഇതുപോലെ ഒന്ന് അലിഞ്ഞ് വരുന്നിടം വരെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കോൺഫ്ലവർ ഒഴിച്ചു കൊടുക്കുക. കോൺഫ്ലവർ ഒഴിക്കുന്നതിന് മുന്നേ അതൊന്നുകൂടെ സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒഴിച്ചു കൊടുക്കണം. കോൺഫ്ലവർ ഒഴിച്ച് കൊടുത്ത് കൈയെടുക്കാതെ തീ ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി കൊടുക്കുക. കോൺഫ്ലവർ പെട്ടെന്ന് തന്നെ അങ്ങ് തിക്കായി കിട്ടും. ഒരു 1-1.5 മിനിറ്റ് കൊണ്ട് തന്നെ ഇതങ്ങ് പെട്ടെന്ന് തിക്കായി കിട്ടും. ഇതുപോലെ തന്നെ തിക്കായി തുടങ്ങി കഴിയുന്ന ആ സമയമാകുമ്പോഴത്തേക്കും ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ റെഡ് കളറാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കളർ ഏതാണോ അത് ചേർത്ത് കൊടുക്കുക. റെഡ്, ഗ്രീന്, ഓറഞ്ച്, യെല്ലോ ഏത് കളർ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ശേഷം നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക. അങ്ങനെ 1-1.5 മിനിറ്റ് കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഞാനിപ്പം 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നെയ്യ് നല്ലതുപോലെ ഇളക്കി നമുക്ക് നെയ്യ് കാണുന്ന പരുവത്തിൽ ഇങ്ങനെ സൈഡിലൊന്നും വന്ന് കിടക്കാതെ ഇതിലേക്ക് ഇളക്കി മിക്സ് ചെയ്തെടുക്കണം. അങ്ങനെ ഞാൻ 3 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കണം. ആ 3 ടേബിൾ സ്പൂൺ നെയ്യും ഇതുപോലെ കാണുന്ന പരുവത്തിൽ കിടക്കാതെ സൈഡിലൊന്നും വന്ന് നെയ്യ് ഇങ്ങനെ തെളിഞ്ഞ് കിടക്കാതെ നല്ലതുപോലെ നമ്മുടെ ഈ ഹൽവയിലേക്ക് മിക്സ് ചെയ്ത് ഇളക്കി യോജിപ്പിച്ച് ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് ഇളക്കി യോജിപ്പിച്ച് നല്ല രീതിയിൽ തയ്യാറാക്കിയെടുക്കണം. ഈ ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി കൊടുത്ത് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇളക്കി കൊടുത്ത് റെഡിയാക്കി എടുക്കുക. ഇപ്പോൾ ഞാൻ 3 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്ത് നല്ലൊന്ന് തിക്കായിട്ടുണ്ട്. അങ്ങനെ ഒന്ന് തിക്കായി നെയ്യ് എല്ലാം ഒന്ന് മിക്സായി കഴിഞ്ഞ് പെർഫെക്റ്റായിട്ട് കിട്ടുമ്പോൾ നമ്മൾ ഈ ഇളക്കി കൊടുക്കുന്ന തവിയിലൊന്നും ഒട്ടും പറ്റിപ്പിടിച്ച് ഇരിക്കത്തില്ല. തവി ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ ഇങ്ങനെ പറ്റിയിരിക്കത്തില്ല, സെപ്പറേറ്റായി മാറും. ആ ഒരു പരുവാണ് നമ്മുടെ ഹൽവ റെഡിയായെന്ന് മനസ്സിലാക്കുന്നത്. ഫ്ലേവറിനായിട്ട് ഞാനൊരു 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കുറച്ച് ഡ്രൈ നട്ട്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാഷ്യൂനട്ട് കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞതും കുറച്ച് പിസ്തയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവയെല്ലാം നല്ലതുപോലെ ഇളക്കി ഹൽവയിലേക്ക് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും തവിയിലും പാനിലും ഒന്നും ഒട്ടും പറ്റി ഇരിക്കുന്നില്ല. നെയ്യെല്ലാം നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. ഈ ഒരു പരുവായി കഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. ഞാനൊന്ന് തണുക്കാനായിട്ട് ഇതുപോലൊരു ട്രേ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെളുത്ത എള്ളാണ് ഞാനൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ശേഷം നമ്മുടെ ഹൽവ കണ്ടോ ഇതുപോലെ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കാതെ ഇങ്ങനെ വീഴണം. ശേഷം നമ്മൾ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് ആ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടി എല്ലാ സൈഡും നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഇത് കൊടുത്തതിന് ശേഷം കുറച്ച് വെളുത്ത എള്ള് ഓപ്ഷനിലാണ്, നമ്മുടെ ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ശേഷം ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇതൊന്ന് നല്ലതുപോലെ ചൂടെല്ലാം ഒന്ന് പോയി ഒന്ന് ആറി കിട്ടിക്കഴിയുമ്പം നമുക്ക് കട്ട് ചെയ്ത് കുട്ടികൾക്കൊക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിച്ച് കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും കേടാവത്തൊന്നുമില്ല. നമുക്ക് റെഡിയാക്കി ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിക്കാൻ പറ്റുന്നതാണ്. പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല സ്വാദോടു കൂടിയ ഒരു നല്ല ഹൽവയുടെ റെസിപ്പിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.